നമസ്കാരം. അയ്യോ, അതൊക്കെ പാർട്ടിയെ പറ്റി അറിയാത്തവർ പറയുന്ന കഥകളല്ലേ. അതിൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന പ്രോസസ്സ് എത്രത്തോളം സങ്കീർണമാണ് എന്നും പെട്ടെന്നൊരു മെമ്പർഷിപ്പ് എന്ന് പറയുന്നതൊക്കെ അതിന് 2 കൊല്ലത്തെ ഒരു കാത്തിരിപ്പുണ്ട് എന്നുള്ളത് എനിക്ക് പോലും അറിയാം. അത് പത്രക്കാരെന്നുള്ള രീതിയിൽ നിങ്ങൾക്കും നല്ലപോലെ ധാരണയുള്ള വിഷയമാണ്. അങ്ങനെയൊന്നും യാതൊരു തരത്തിലുള്ള പ്രീ കണ്ടീഷൻസ് എന്ന് പറയുമല്ലോ, മുൻധാരണകളോ മുൻവിധികളോ ഇടതുപക്ഷത്തിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ യാതൊരാൾക്കും ആവശ്യമില്ല. സരിൻ എന്ന പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ എത്രമാത്രം ക്ലാരിറ്റി ഉള്ള വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാൻ ഇന്ന് അദ്ദേഹത്തിന്റെ CPM സംസ്ഥാന നേതാക്കന്മാരായിട്ട് AKG സെന്ററിൽ കൂടിക്കാഴ്ച നടത്തി, മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. ആ സന്ദർഭത്തിൽ ഈ കുത്തി ഉള്ള ചോദ്യം ഉണ്ടാവുമല്ലോ, എങ്ങനെ എന്തെങ്കിലും ഒരു വാക്കിൽ പിടിച്ച് വിവാദം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്ത് പദവി ജില്ലാ കമ്മിറ്റിയിൽ എടുക്കുവോ, ഇനി ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ നൽകുമോ, ഇങ്ങനെ ചോദിച്ച് എന്തെങ്കിലും വിവാദത്തിൽ പെടുത്തുക, അതിലൂടെ വാർത്ത സൃഷ്ടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അല്ലാതെ ഒരു വ്യക്തിക്ക് പറയാനുള്ള കാര്യങ്ങൾ അതേപടി കൊടുക്കുകയല്ല, അതിൽ ഏതെങ്കിലും ഒരു വാക്കിനെ അടർത്തി എടുക്കുക, വിവാദത്തിൽ പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ഇന്നത്തെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞൊരു മറുപടി, അതായത് കൃത്യമായി അദ്ദേഹത്തിന് പക്വതയുണ്ടെന്നും ചോദ്യങ്ങളെ നേരിടാനുള്ള പാകതയുണ്ടെന്നും വളരെ കൃത്യമായും വളരെ സ്പെസിഫിക്കായും മറുപടി പറയാനുള്ള ശേഷിയുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമാണ് അദ്ദേഹം ഇന്നിപ്പോ AKG സെന്ററിൽ എത്തുകയും നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും പാർട്ടി നേതാക്കന്മാർ ഔദ്യോഗികമായ സ്വീകരണം കൊടുത്തതിന് ശേഷം അവരുമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയാണ്. ആ സന്ദർഭത്തിലെല്ലാം അദ്ദേഹം സംസാരിക്കുന്ന ഭാഷ, ഉപയോഗിക്കുന്ന വാക്കുകൾ, അത് ഡെലിവറി ചെയ്യുന്ന ഒരു കോൺഫിഡൻസ്, ഇതൊക്കെ കാണുമ്പോൾ ഒരു നേതാവ് അദ്ദേഹത്തിനുണ്ട്. ബ്യൂറോക്രസിയുടെ ഭാഗമായി വലിയ അധികാരങ്ങൾ ഉപേക്ഷിച്ച് അദ്ദേഹം നേരെ ജനസേവനത്തിന് വേണ്ടി കടന്നു വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആശയങ്ങളുണ്ട്. അദ്ദേഹം എന്നുള്ളത് ഇടതുപക്ഷ പാളയത്തിൽ എത്തിയെങ്കിൽ പോലും ഒരു മുതൽക്കൂട്ടാണെന്ന് കൃത്യം തെളിയിക്കുന്നതാണ് ആ പ്രതികരണം. ഞാൻ ഇന്നതൊരു ദിവസം വരാൻ വേണ്ടിയാണ്, സെക്രട്ടേറിയറ്റ് നടക്കുന്ന ദിവസം വരാം എന്നുള്ളതായിരുന്നു ലഭിച്ച നിർദ്ദേശം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ദിവസം വരുമ്പോൾ എല്ലാവരെയും, നേതൃത്വത്തിലുള്ള എല്ലാവരെയും കാണുക എന്നുള്ളതും കൂടി സാധിച്ചു. ഞാൻ കൃത്യമായി എൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷക്കാരനായത്. ആ രാഷ്ട്രീയത്തിനെ ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനം തുടരുന്നതിന് വേണ്ടി തന്നെയാണ് പാർട്ടിയുടെ നിർദ്ദേശവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതു മനസ്സ് എന്ന് പറയുന്നത് കൊണ്ടു നടന്നിരുന്ന ഒരാൾ പൂർണ്ണമായും ഇടതുപക്ഷക്കാരനായി ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നു. ആ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ജയപരാജയങ്ങൾക്കപ്പുറം പൊളിറ്റിക്സിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവണമല്ലോ. മനുഷ്യൻ അങ്ങനെയാണ് രാഷ്ട്രീയ നിലപാടുകളിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന അഭിപ്രായങ്ങളിലേക്കൊക്കെ മാറേണ്ടത്. അപ്പോൾ അഭിപ്രായ രൂപീകരണം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം പൊളിറ്റിക്സ്. നമ്മൾ പറയുന്ന അഭിപ്രായത്തിനോട് കൂടുതൽ മനുഷ്യർ ഐക്യപ്പെടുന്ന ആ രാഷ്ട്രീയത്തിന് ഇടതുപക്ഷമാണ് ശരി എന്നുള്ള ആ രാഷ്ട്രീയത്തിൻ്റെ എല്ലാതരം തുടർച്ചയ്ക്കും വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. അത് തുടരും. അയ്യോ, അതൊക്കെ പാർട്ടിയെ പറ്റി അറിയാത്തവർ പറയുന്ന കഥകളല്ലേ. അതിൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന പ്രോസസ്സ് എത്രത്തോളം സങ്കീർണമാണ് എന്നും പെട്ടെന്നൊരു മെമ്പർഷിപ്പ് എന്ന് പറയുന്നതൊക്കെ അതിന് 2 കൊല്ലത്തെ ഒരു കാത്തിരിപ്പുണ്ട് എന്നുള്ളത് എനിക്ക് പോലും അറിയാം. അത് പത്രക്കാരെന്നുള്ള രീതിയിൽ നിങ്ങൾക്കും നല്ലപോലെ ധാരണയുള്ള വിഷയമാണ്. അങ്ങനെയൊന്നും യാതൊരു തരത്തിലുള്ള പ്രീ കണ്ടീഷൻസ് എന്ന് പറയുമല്ലോ, മുൻധാരണകളോ മുൻവിധികളോ ഇടതുപക്ഷത്തിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ യാതൊരാൾക്കും ആവശ്യമില്ല. പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക എന്നാണ്. ഞാൻ ഇന്നലെ CM-ഉമായിട്ട് കണ്ടപ്പോൾ ഉപയോഗിച്ചൊരു വാക്ക് ഞാൻ ആവർത്തിക്കുകയാണ്. വിശ്രമിക്കാൻ മടിയുള്ള കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനാണ്. വിശ്രമിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ ഉണ്ടാകും എന്നുള്ളതിൻ്റെ രാഷ്ട്രീയമാണ് ഞാൻ പറയാനും പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നത്. പൊളിറ്റീഷ്യൻസിന് കരിയർ ഇല്ലല്ലോ. പൊളിറ്റീഷ്യൻസിന് ജനങ്ങളുമായിട്ടുള്ള എൻഗേജ്മെൻറ്റുകളല്ലേ ഉള്ളത്. ആളുകളുമായിട്ട് എൻഗേജ് ചെയ്യുക എന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഭിപ്രായ രൂപീകരണമാണ്. കൂടുതൽ ആളുകൾ ഏത് അഭിപ്രായത്തിനോടൊപ്പം നിൽക്കുന്നു അതിനെയാണ് മാൻഡേറ്റ് എന്ന് പറയുന്നത്. ആ മാൻഡേറ്റാണ് തെരഞ്ഞെടുപ്പ് രൂപത്തിലും അല്ലാതെയും ഉണ്ടാവുക. ഒരുപക്ഷെ ജനവിധി മറിച്ചാവുകയും അഭിപ്രായത്തിൽ ഒരു പാർട്ടി മുന്നിൽ നിൽക്കുകയും അങ്ങനത്തെ സാഹചര്യങ്ങളും ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷനുമായി ബന്ധപ്പെട്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അടുത്ത നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടും എന്തിനേറെ പറയുന്നു, പാർട്ടിയുടെ സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ വരികയാണ്. കൂടുതൽ വ്യക്തതയോടുകൂടി പുതിയ സമൂഹത്തിന് പൊളിറ്റിക്സ് പറയാൻ എങ്ങനെയൊക്കെയാണോ CPM-നെ പ്രാപ്തമാക്കേണ്ടത് അതാണ് CPM-ന്റെ നയപരിപാടി. ആ നയപരിപാടിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷക്കാരനായ സരിന്റെ ഉത്തരവാദിത്തം. ഞാൻ അതിനെപ്പറ്റി ബോധേഡല്ല. സാധാരണ ആളുകൾ വന്ന് ഏറ്റെടുക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ണിലൂടെ കണ്ടാലാണ് ചുമതല, ഉത്തരവാദിത്തം അല്ലെങ്കിൽ സ്ഥാനം എന്നുള്ള വാക്കുകൊണ്ടൊക്കെ നമ്മൾ അതിനെ വിശേഷിപ്പിക്കുക. അത്തരം
എന്താ പറയുക, കീഴ്വഴക്കങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ കാര്യങ്ങൾ തുടരണം എന്നൊരു നിർബന്ധവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഓപ്പൺ ആളുകളുടെ അടുത്താണെങ്കിലും ശരി, പാർട്ടിക്ക് അകത്താണെങ്കിലും കേട്ട് പഠിക്കുക, കണ്ടു പഠിക്കുക, കൊണ്ടു പഠിക്കുക എന്നുള്ളതിൻ്റെ ആ ശീലത്തിലേക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ കേരളത്തിന്, പുതിയ കാഴ്ചപ്പാടുകൾക്കൊക്കെ CPM എന്നുള്ള പ്രസ്ഥാനം എത്രത്തോളം ഒരുക്കത്തോടു കൂടിയാണ് നീങ്ങുന്നത് എന്ന് ഈ വരുന്ന സംസ്ഥാന സമ്മേളനത്തോട് അടുപ്പിച്ചുള്ള അടുത്ത 3 മാസക്കാലം അതിനിർണായകമാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു രാഷ്ട്രീയ കാലഘട്ടമാണ്. മറ്റുള്ളവരൊക്കെ പൊളിറ്റിക്കലി ഡീആക്ടിവേറ്റ് ചെയ്ത് അവരെ മാറ്റാൻ പോകുമ്പോൾ നമ്മൾ ആക്റ്റീവായി നിൽക്കുകയാണ്. ഏരിയ സമ്മേളനങ്ങൾ നടക്കുന്നു, ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നു, ഇനി സംസ്ഥാന സമ്മേളനവും. അപ്പോൾ അതൊക്കെ വളരെ പോസിറ്റീവായി പൊതുസമൂഹത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ കാണുന്നത് ഒരു സാധാരണ അംഗമായി പ്രവർത്തിച്ച് മുകളിലേക്ക് വരാം. ഞാൻ കോൺഗ്രസ്സിൽ എനിക്ക് കോൺഗ്രസ്സിൽ പ്രത്യേകിച്ച് ഒരു പദവി ഉണ്ടായിരുന്നില്ല. ഞാൻ കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ സെൽ ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്ത ഒരാൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തങ്ങളാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത്, പദവികളല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എൻ്റെ ജീവിതം കൊണ്ട് ബോധ്യപ്പെടുത്തിയതാണ്. കുറേ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും തുടർന്നും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അങ്ങനെയൊന്നുമില്ലെന്നേ, അത് ഈ വീണ്ടും പാർലമെന്ററി വ്യാമോഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതികളല്ലേ. പാർലമെന്ററി മോഹങ്ങളും വ്യാമോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഒരുപാട് പേർക്ക് പൊളിറ്റിക്കലി ഉണ്ടാകാം. ഞാൻ അങ്ങനെ കാര്യങ്ങളെ കാണുന്ന ആളല്ല. ഞാൻ കൃത്യമായി പറഞ്ഞു, 2026 എന്ന് പറയുന്ന വർഷം, 2025 എന്ന് പറയുന്ന വർഷം അതിനിർണായകമാണ്. കേരളത്തിൻ്റെ ഭാവിയെ വാർത്തെടുക്കാനുള്ള 2 വലിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് പാർട്ടി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ കൺസെപ്റ്റ് തന്നെയാണ് എനിക്കുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നോട്ട് പോകിൽ നമ്മളൊരു ഭാഗമായിരിക്കും, അത്രയേ ഉള്ളൂ. CPMനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വരും കാലങ്ങളിൽ അദ്ദേഹം ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ഒട്ടും അമാന്തിക്കാതെ എന്തുകൊണ്ടാണ് സ്വതന്ത്രനാക്കാൻ തീരുമാനിച്ചു എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സംസാരം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അകക്കാമ്പുണ്ട്, ഒഴിഞ്ഞ പാത്രമല്ല. കോൺഗ്രസ്സുകാരിൽ പലതും എന്താണ്, ആ അകക്കാമ്പ് എന്ന് പറയുന്ന സാധനം ഇല്ലാത്തവർ, അങ്ങനെ ഉള്ളവർക്ക് അതിനകത്ത് സ്ഥാനവുമില്ല. എന്ത് വിവരക്കേടും പറയാനും എന്ത് വായി തോന്നുന്ന വിളിച്ചു പോകുന്ന മാടമ്പിത്തരങ്ങൾക്ക് മാത്രം സ്ഥാനമാനങ്ങൾ കൊടുക്കുകയും, എന്നാൽ കാഴ്ചപ്പാടുള്ള അല്ലെങ്കിൽ ദീർഘവീക്ഷണമുള്ളവരെ മാറ്റി നിർത്തുക, അവഗണിക്കുക, അവരെ ഒരു കാരണവശാലും ഞങ്ങളുടെ തലയുടെ മുകളിൽ കയറ്റില്ല എന്ന മനോഭാവങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇടതുപക്ഷം പരവതാനി വിരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വരും കാലഘട്ടത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കൂടി ഗുണകരമാകുമെന്ന തിരിച്ചറിവ് തന്നെയാണ് ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ടും നല്ല ഹയർ എഡ്യൂക്കേഷൻ ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിന്റെ അനുഭവ പരിജ്ഞാനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന തിരിച്ചറിവ് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു എൻട്രി ഉറപ്പാക്കിയിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്.